നമസ്കാരം. ലൈഫ് ഇൻ അയർലൻഡിലേക്ക് സ്വാഗതം. ഞാൻ റിനി. ഇന്ന് ജൂലൈ 17 പ്രധാന അയർലൻഡ് വാർത്തകളും ലോക വാർത്തകളും നോക്കാം. ചൂട് തുടരുന്നു, മുതിർന്നവരെ ശ്രദ്ധിക്കാൻ ആഹ്വാനം. അയർലൻഡിലെ 9 കൗണ്ടികളിൽ രാത്രി 8 മണി വരെ സ്റ്റാറ്റസ് യെല്ലോ ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. ചിലയിടങ്ങളിൽ താപനില 29 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. ചൂട് കാരണം ഹീറ്റ് സ്ട്രോക്ക്, കാട്ടുതീ, ജലക്ഷാമം, കടൽ തീരങ്ങളിലും തടാകങ്ങളിലും അപകട സാധ്യത എന്നിവ വർദ്ധിക്കാമെന്ന് മെറ്റേറൻ മുന്നറിയിപ്പ് നൽകി. മുതിർന്നവരെ സഹായിക്കുന്ന യെലോൺ സംഘടന ഒറ്റയ്ക്ക് താമസിക്കുന്നവരെയും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെയും കുടുംബാംഗങ്ങളും അയൽക്കാരും പതിവായി അന്വേഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. യൂറോപ്പിൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ അതിശക്തമായ ചൂടിനെ തുടർന്ന് 2 ലക്ഷത്തിലധികം മരണങ്ങൾ ഉണ്ടായതായി WHO അറിയിച്ചു. ലൌത്തിൽ ദാരുണ അപകടം, 70കളിലുള്ള ദമ്പതികൾ മരിച്ചു. കൌണ്ടി ലൌത്തിലെ R173 റോഡിൽ 2 കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 70കളിലുള്ള പുരുഷനും സ്ത്രീയും മരിച്ചു. മറ്റൊരു കാറിലുണ്ടായിരുന്ന 30കളിലുള്ള പുരുഷനും സ്ത്രീക്കും ഗുരുതര പരിക്കേറ്റു. ഇവരെ ഡബ്ലിനിലെ ആശുപത്രികളിലേക്ക് എയർ ആംബുലൻസിൽ മാറ്റി. ഈ വർഷം ഇതുവരെ അയർലൻഡിൽ റോഡ് അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 100 കൊളംബസിന്റെ സാന്താമരിയ കപ്പലിന്റെ പകർപ്പ് ഡ്രോഹിഡയിൽ. ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിലേക്കുള്ള യാത്രയിൽ ഉപയോഗിച്ച സാന്താമരിയ കപ്പലിന്റെ പൂർണ്ണ വലുപ്പത്തിലുള്ള പകർപ്പ് ഡ്രോഹിഡ തുറമുഖത്തെത്തി. ജൂലൈ 17 മുതൽ 26 വരെ പൊതുജനങ്ങൾക്ക് കപ്പൽ സന്ദർശിക്കാനും ചരിത്ര പ്രദർശനം കാണാനും അവസരമുണ്ട്. ഓസ്കർ ജേതാവും ഐറിഷ് നടിയുമായ ബ്രെൻഡ ഫ്രിക്കർ അന്തരിച്ചു. മൈ ലെഫ്റ്റ് ഫൂട്ട് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഓസ്കർ നേടിയ ആദ്യ ഐറിഷ് വനിതയായ ബ്രെൻഡ ഫ്രിക്കർ 81 വയസ്സ് അന്തരിച്ചു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിലൂടെ ഐറിഷ് സിനിമയെ ലോകവേദിയിലേക്ക് എത്തിച്ച നടിക്ക് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, സിനിമാ ലോകം എന്നിവർ ആദരാഞ്ജലി അർപ്പിച്ചു. യൂറോപ്പിലെ ഭൂരിഭാഗം രാജ്യങ്ങളെക്കാൾ അയർലൻഡിൽ കൊക്കൈൻ, കെറ്റാമിൻ ഉപയോഗം കൂടുതൽ. പുതിയ യൂറോപ്യൻ സർവേ പ്രകാരം അയർലൻഡിലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ 46% പേർ കഴിഞ്ഞ വർഷം കൊക്കൈൻ ഉപയോഗിച്ചതായി കണ്ടെത്തി. കെറ്റാമിൻ ഉപയോഗവും യൂറോപ്യൻ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. 18 മുതൽ 24 വരെ പ്രായക്കാരിൽ കെറ്റാമിൻ ഉപയോഗം 35% ഉയർന്നതും ഒരേ സമയം പല മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതും ആരോഗ്യ വിദഗ്ധർ ആശങ്കയായി ചൂണ്ടിക്കാട്ടി. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ കുറ്റവാളികളിൽ പകുതിയിലേറെ പേർ വീണ്ടും കുറ്റകൃത്യത്തിലേക്ക്. CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് റിപ്പോർട്ട് പ്രകാരം ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശിക്ഷിക്കപ്പെട്ടവരിൽ 58% പേർ 3 വർഷത്തിനുള്ളിൽ വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു. 21 വയസ്സിന് താഴെയുള്ളവരിലാണ് പുനരാവർത്തന നിരക്ക് ഏറ്റവും കൂടുതൽ. കവർച്ച, മോഷണം, പബ്ലിക് ന്യൂയിസൻസ്, മയക്കുമരുന്ന് കേസുകൾ എന്നിവയാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചത്. ഓൾ അയർലൻഡ് ഹർലിംഗ് ഫൈനലിനായി ഗോൾവേ ഒരുങ്ങുന്നു. ഞായറാഴ്ച നടക്കുന്ന ഓൾ അയർലൻഡ് ഹർലിംഗ് ഫൈനലിന് മുന്നോടിയായി ഗോൾവേയിൽ ആവേശം നിറഞ്ഞ അന്തരീക്ഷം. ക്ലാരിൻ ബ്രിഡ്ജ് ഉൾപ്പെടെ നിരവധി ഗ്രാമങ്ങളിലെ ക്യാമ്പുകളിൽ 100 കണക്കിന് കുട്ടികൾ പരിശീലനം നടത്തുന്നു. 2017 ശേഷം വീണ്ടും കിരീടം നേടാമെന്ന പ്രതീക്ഷയിലാണ് ഗോൾവേ. പരിചയസമ്പന്നരും യുവതാരങ്ങളും ചേർന്ന മികച്ച ടീമാണിതെന്ന് മുൻ പരിശീലകൻ സിറിൽ ഫാരൽ പറഞ്ഞു. അന്താരാഷ്ട്ര വാർത്തകൾ. റയാനെയർ വിമാനത്തിലെ ജനൽ തകർന്ന സംഭവം അമേരിക്ക അന്വേഷണം ഏറ്റെടുത്തു. ഗ്രീസ് മുതൽ ജർമ്മനിയിലേക്ക് പോയ റയാനെയർ ബോയിംഗ് 737 വിമാനത്തിൽ എഞ്ചിൻ ഭാഗം പൊട്ടി ജനൽ തകർന്ന സംഭവത്തിൽ അമേരിക്കൻ NTSB അന്വേഷണം ആരംഭിച്ചു. സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതിനാൽ 61-കാരൻ ലൂബിഷ കരോവിച്ച് വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയപ്പെടാതെ രക്ഷപ്പെട്ടു. അടിയന്തര ലാൻഡിംഗിന് ശേഷം അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമേരിക്കൻ നികുതിക്കെതിരെ ശക്തമായ തിരിച്ചടിക്ക് ബ്രസീലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 25% ഇറക്കുമതി നികുതി ഏർപ്പെടുത്തിയതിനു പിന്നാലെ അമേരിക്കൻ കമ്പനികൾക്ക് നിയന്ത്രണങ്ങളും ചില പേറ്റന്റുകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതും ഉൾപ്പെടെയുള്ള തിരിച്ചടി നടപടികൾ ബ്രസീൽ പരിഗണിക്കുന്നു. രാജ്യത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് ലുല വ്യക്തമാക്കി. വിദേശ വിദ്യാർത്ഥികൾക്കും മാധ്യമപ്രവർത്തകർക്കും അമേരിക്കൻ പുതിയ വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ട്രംപ് ഭരണകൂടം വിദ്യാർത്ഥി എക്സ്ചേഞ്ച്, മാധ്യമപ്രവർത്തക വിസകളിൽ പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥി എക്സ്ചേഞ്ച് വിസകൾക്ക് ഇനി പരമാവധി 4 വർഷം മാത്രമായിരിക്കും കാലാവധി. പഠനം പൂർത്തിയാക്കിയ ശേഷം അമേരിക്ക വിടാനുള്ള സമയം 60 ദിവസത്തിൽ നിന്ന് 30 ദിവസമായി കുറച്ചു. സർവകലാശാല മാറുന്നതിനും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പുതിയ നിയമം പ്രതിവർഷം J1 വിസയിൽ അമേരിക്കയിലേക്ക് പോകുന്ന ഏകദേശം 5000 ഐറിഷ് വിദ്യാർത്ഥികളെയും ബാധിക്കും. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇത്രയുമാണ്. ഇത്തരത്തിൽ എല്ലാ ദിവസവും പ്രധാന അയർലൻഡ് വാർത്തകളും രാഷ്ട്രീയം, ക്രൈം, അന്താരാഷ്ട്ര വാർത്തകൾ കൂടാതെ മലയാളികൾ അറിയേണ്ട പ്രധാന വിവരങ്ങളും മലയാളത്തിൽ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യൂ. നന്ദി.